പിന്നെ അത് അവിടെ തന്നെ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ ആ പള്ളി കയറാൻ നേരത്തെ പള്ളി മുറ്റത്ത് ചെല്ലുമ്പോൾ കുരിശ് വെച്ചിട്ട് ഞാൻ അകത്തേക്ക് കയറുള്ളൂ. അകത്ത് മാതാവിൻ്റെ രൂപം വേറെയൊക്കെ ഉണ്ട്. രൂപങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. രൂപങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. രൂപങ്ങൾ ഇഷ്ടം പോലെ പള്ളിയിലുണ്ട്. പക്ഷെ അതല്ല, ഞാൻ മുറ്റത്ത് ചെല്ലുമ്പോഴേ കുരിശ് വെച്ചിട്ടേ പോകുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ദൈവം അടുത്ത് വന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല. പുള്ളിക്കാരനും കൂടി സമ്മതം വേണം. അതാ പറഞ്ഞത്, ഏത് മതത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. മോഷ്ടിക്കരുത്, നുണ പറയരുത്. നുണ പറയരുത്. കട്ട സാധനം നമ്മുടെ വീട്ടിൽ കാണരുത്. ഈ കാര്യം 3 ശ്രദ്ധിക്കാറുണ്ട്. എന്നോടത്ത് കാണുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചാണ് മോഷ്ടിക്കുമോ എന്ന് ചോദിച്ചു. മോഷ്ടിക്കാൻ അവസരം കിട്ടിയാൽ മോഷ്ടിക്കുമോ എന്ന് ചോദിച്ചു. അത് മനസ്സിലാണ് കേട്ടോ. ഈ മാതാവിനെ കാണുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ 1,00,000 രൂപ കൊണ്ട് വെച്ചാൽ ഞാൻ എടുക്കില്ല. നമുക്ക് സാഹചര്യം കിട്ടിയാൽ എടുക്കുമെന്ന് ചോദിച്ചു. ഏതെങ്കിലും സാഹചര്യം നമുക്ക് വീട് കിട്ടുവാണെങ്കിൽ ആരും അറിയാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് അടിച്ചു വരാൻ നമ്മൾ നോക്കൂലേ, അതും ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും എനിക്ക് കക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തോ സാധനം എവിടെ കൊണ്ടു വെച്ചാൽ ഏത് സാധനം ആരുടെ സാധനമാണ്, ഞാൻ ആരുടെ മുതൽ എടുക്കില്ല. ആ ഒരു കാര്യം സത്യം. അത് നമ്മുടെ മരണം വരെ ചെയ്യില്ല. എന്ന് വെച്ചാൽ നമ്മളങ്ങനെ വാക്ക് കൊടുത്തിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റില്ല. മരണം വരെ ഞാൻ ചെയ്യില്ല. എന്ത് കേസ് കേട്ടാണേലും അതൊരു ഭയങ്കര അനുഭവം കേട്ടോ. അതിട്ട് പള്ളിയിൽ വിളിച്ചു പറഞ്ഞില്ലേ അച്ഛൻ, ഇവിടെ ഒന്നും ആൾക്കാരോടൊക്കെ പറഞ്ഞു. ഞാൻ ആൾക്കാരോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ ചെന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞില്ല. ജനങ്ങളോട് വിളിച്ചു പറഞ്ഞാൽ ഞാൻ എല്ലാവരും തല കൈവച്ചായിരിക്കും പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നു പറഞ്ഞു. അറിയാത്തവർ അത് പള്ളിയിൽ ഇങ്ങനെ പറഞ്ഞെങ്കിലേ നമുക്ക് ഇതിന് പറയാൻ പറ്റുള്ളൂ. എല്ലാവരും തല കൈവച്ച് പ്രാർത്ഥിക്കണം ഉള്ള ഒരു പ്രാർത്ഥിച്ചു വിടുന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പരച്ചായിട്ട് പറഞ്ഞില്ല. പിന്നെ അതങ്ങനെ പോയി 3-4 കൊല്ലമായി കേട്ടോ കേസ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കേസ് കേട്ട് കിടക്കുമെന്ന് പറഞ്ഞ പോലെ അതാണ് കേസ് കേട്ട്. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് ഞാൻ പറഞ്ഞത്. എപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഏത് കാര്യം നടക്കും. ഏത് കാര്യത്തിനും വീഴ്ചകളില്ല. നമ്മൾ മതം പ്രശ്നമല്ല, ഏത് മതത്തിൽ വിശ്വസിച്ചോട്ടെ. അതുകൊണ്ട് നമ്മൾ ഇപ്പം മനുഷ്യൻ്റെ ഒരു കാര്യമുണ്ട്. ഈ പണ്ട് സന്യാസികളൊക്കെ നമ്മൾ ഇത് കൂട്ട് തൗസ് ചെയ്തൊക്കെ ദൈവത്തെ കാണാറുണ്ട്. ഇപ്പം അങ്ങനെ തൗസും ദിവസമൊന്നുമില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ നമ്മുടെ മനസ്സും ക്ലിയറായിരിക്കണം, നമ്മുടെ പ്രവൃത്തിയും ക്ലിയറായിരിക്കണം. ഒന്നിരിക്കണം. നമ്മൾ കണ്ട ഒരു നിരപരാധിക്ക് നുണ പറയാൻ പോരുത്. ഒരു നിരപരാധിയും നമ്മൾ കുറ്റപ്പെടുത്തരുത്. നുണ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഉത്തരപ്പെട്ട് ഒരു നുണയും പറയരുത്. പിന്നെ നമ്മൾ സത്യസന്ധമായ ഒരു ജീവിതം നമ്മൾ നയിക്കണം. സത്യസന്ധമായ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ നമ്മൾ വേണ്ട രീതിയിൽ ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോകണമല്ല വെക്കണം, നല്ല രീതിയിൽ പോകണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ചെറുക്കൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ മുകളിൽ ഒരു ചെറുക്കൻ. ആ ചെറുക്കന് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അവൻ്റെ അമ്മ പറഞ്ഞു, അവൻ ഏത് നേരം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവൻ പണിയാൻ പോകില്ല. പ്രാവശ്യം ഇവിടെ ഇറങ്ങി വന്നു. ഇവിടെ തൊഴിലാളിക്കാതെ ഞാൻ അവനോട് ചോദിച്ചു, നീ എന്നാ പോക്കരത്തരാടായി കാണിക്കണമെന്ന് ചോദിച്ചു. നീ എന്നാ പോക്കരത്തരായി കാണിക്കുന്നത്, എന്തെങ്കിലും മര്യാദ പറഞ്ഞ് ആ തള്ള ഇങ്ങനെ പണിയെടുത്തിരിക്കുന്നു. പണിയെടുത്തു അമ്മ പണിയെടുത്തോണ്ട് മാൻ തിരിച്ചാൻ കഴിഞ്ഞ് ഫോണിൽ ഞെക്കി വീട്ടിലിരിക്കാം. ഞാൻ കൂടെ വഴക്ക് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞു. ആ ചെറുക്കൻ നന്നായി. ആ ചെറുക്കൻ മിക്കവാറും ഇതിൽ വരാറുണ്ട്. ഇപ്പോഴും ഇറങ്ങാൻ ഈ റോഡിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു നന്നായിട്ടൊരു ഉപദേശം കൊടുത്തു. എന്തോ ദൈവത്തിന് എനിക്കുണ്ടാവും നന്നായി പറഞ്ഞു ദിവസമായിട്ട്. അപ്പം പിന്നെ പണിയാനൊക്കെ പോകും. മറ്റേ പണിയില്ലാതെ മാസങ്ങളോ വീട്ടിലിരിക്കുക. ഈ തള്ള പോയ പണിയാൻ എടുത്തുകൊണ്ട് വരണം. ഇവന് ചെലവിന് കൊടുക്കണം. ഒരു കൊച്ചുണ്ട്, പെൺമുള പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം, ഓരോ കാര്യം. അപ്പോൾ നമ്മൾക്ക് പറ്റുമെങ്കിൽ ഒരു മനുഷ്യനെ നന്നാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോണ ശരിയല്ല, ഇത് കൂട്ട് നല്ല രീതിയിൽ പോകണം എന്നൊന്ന് പറയാം. അത് നന്നായില്ല. അത് പറഞ്ഞാൽ നമുക്കിപ്പോൾ നന്നാക്കിയെടുക്കാനും പറ്റില്ല ആരും. അത് അവനവൻ്റെ ഇഷ്ടമാണ്, സ്വന്തം ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും നമ്മൾ മനസ്സ് കൈവിട്ട് പോകരുത്. ഒരിക്കലും നമ്മുടെ മനസ്സ് ഒരു കാരണം വെച്ചാലും നമ്മുടെ മനസ്സ് കൈവിട്ട് പോകരുത്. മനസ്സ് കൈവിട്ടാൽ പോയി. മനസ്സ് കൈവിട്ടാൽ നമ്മുടെ എല്ലാ പദ്ധതിയും പൊളിഞ്ഞു പോകും. നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുക. ചിലപ്പോൾ ചെള്ളായിരിക്കും, ചിലപ്പോൾ നല്ലതാണെങ്കിൽ ഏത് കാര്യത്തിൽ നമ്മൾ കാര്യത്തിൽ പിടിച്ചാൽ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. നല്ലതാണെന്ന് മിക്കവാറും തോന്നിയാലേ നമ്മൾ നിൽക്കുകയുള്ളൂ. ആരാണെങ്കിലും അങ്ങനെ സ്വഭാവമുണ്ട്. ആ കാര്യത്തിൽ ഉറച്ച് തന്നെ നിൽക്കുക. അതിന് മാറ്റം വരാതെ ചഞ്ചൽപ്പ് കൂടാതെ നിന്നാൽ നമ്മുടെ കാര്യത്തിനോട് ഒരു കുഴപ്പമില്ല. ദൈവം നമ്മൾ രക്ഷിക്കും. അപ്പോൾ എനിക്കിങ്ങനെ മാതാവിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാനിന്നൊരു പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ പള്ളിയിൽ അത് വിളിച്ച് പരസ്യമായിട്ട് പറയണ്ടായിരുന്നു. അച്ഛൻ അത് പറഞ്ഞില്ലെന്നേ. അച്ഛൻ്റെ പണി പറഞ്ഞില്ല. പള്ളിയിൽ പറഞ്ഞാൽ എല്ലാവരും അറിയുള്ളൂ. അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ വരേണ്ടത് എന്നോട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ആ രൂപ എടുത്തിട്ട് ഇപ്പോൾ ആ പള്ളിക്കൂടത്തിൻ്റെ മുകളിൽ നിങ്ങളാണെങ്കിലും പോകുമ്പോൾ കാണാം. ഇവിടെ കാരക്കൊന്നും പള്ളിയിൽ ആദ്യം കാണുന്ന പള്ളിക്കൂടത്തിൻ്റെ മുകളിൽ നിങ്ങളടുത്ത് ഇതൊരു ഫോട്ടോ എടുത്ത് കുഴപ്പമൊന്നുമില്ല. അവിടെ ഇഷ്ടംപോലെ കുരിശും ഇഷ്ടംപോലെ ആ കുരിശിൻ്റെ വലിയൊരു കുരിശന്മാരെ കുരിശുണ്ട്. അല്ല ഇത് കൂട്ട് കല്ലിൻ്റെ ആ കല്ലിൻ്റെ അടുത്ത് ആ കാരോട്ടെ അപ്പുറം. അപ്പോൾ സ്കൂളിങ്ങനെ ഇരിക്കട്ടെ. മുകളിലത്തെ സെറ്റിലാണ് ആ രൂപം നിർത്തിയേക്കുന്നത്. അതെടുത്ത് പള്ളിക്കകത്ത് ഇതുപോലെ പ്രിൻ്റ് വെച്ചാൽ കൊള്ളാമെന്നൊരു അഭിപ്രായം നമുക്കുണ്ട്. കേൾക്കാൻ ഞാൻ പറഞ്ഞാൽ പിന്നെ അതേപ്പറ്റി ആൾക്കാരല്ലേ, ഓരോ രീതി സ്വഭാവക്കാരല്ലേ, അവരവർ പോയി എന്തെന്നാ രണ്ടൊന്നെന്ന് പറഞ്ഞ രീതിയിലല്ലേ അവരവരുടെ രീതിയിൽ അവർ പോയി എന്നുള്ളതേ ഉള്ളൂ. നമുക്കിപ്പോൾ എന്നാ കാണിച്ചാലോ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതുപോലെ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇവിടെ വരാനും വർത്താനം പറയാനും ബാക്കി കാര്യം പറയാനും അതൊരു നിമിത്തമാണ്. അത് നിങ്ങൾക്ക് തമ്പുരാൻ തോന്നിച്ചു, അത് നിങ്ങൾ തോന്നുന്നുള്ളേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഇതിൽ കാര്യമില്ല. അപ്പം നിങ്ങൾ വേറെ വഴിക്കെങ്കിലും പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ വഴിക്ക് പോകില്ലേ? അത് ദൈവത്തിൻ്റെ ഒരു ഇതാണ്. നിങ്ങൾക്ക് ഇന്നിവിടെ വരണം, ഇന്നവിടെ കാണണം എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു, ഒരു ഉറപ്പുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ നിങ്ങളിവിടെ വന്നു. ആ കാര്യങ്ങളിങ്ങനെ അറിഞ്ഞു, എൻ്റെ രീതിയിൽ അതുള്ള വിവരമൊക്കെ അറിഞ്ഞു, എൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ അറിഞ്ഞു. അത് ദൈവത്തിൻ്റെ ഒരു നിശ്ചയമാണ്. അത് നമ്മുടെ ആരും നിശ്ചയമല്ല.